കൂട്ടുകാർക്കും ഷാസവൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ ഷാസവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഞാനിങ്ങനെ യാത്രക്കിടയിൽ കുറച്ച് ബിഗോണിയ പ്ലാന്റുകൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക്. അപ്പോൾ കുറച്ച് പ്ലാന്റുകളൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തു. കുറച്ചധികം കളക്ഷൻസ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാത്ത കുറച്ച് പ്ലാന്റുകളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു മാസത്തിന് മേലെ 1.5 മാസമൊക്കെയായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്. അപ്പോൾ പ്ലാന്റുകളൊന്നും പെട്ടെന്ന് ഈ പോട്ടമിക്സ്, അതായത് നമുക്ക് കിട്ടിയ പോട്ടമിക്സ് തന്നെ വെച്ച് കഴിഞ്ഞിട്ട് പ്ലാന്റിനൊന്നും പെട്ടെന്ന് ഒരു ഗ്രോത്ത് വരുന്നില്ല. അങ്ങനെ വലിയൊരു മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ചെറിയ രീതിയിലുള്ള വളർച്ച. പിന്നെ അതുമല്ല, ഇതിൻ്റെ ലീഫുകളൊക്കെ ഡാമേജ് ആവുകയാണ്. അധികം ലീഫുകളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു പൊള്ളൽ പോലെ വന്നിട്ട് ലീഫുകളൊക്കെ കരിഞ്ഞ് പോവുക. ഒരു ഫ്രഷ്നെസ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റുകളൊക്കെ ആദ്യം മാറ്റി നല്ലൊരു പോട്ടമിക്സ് കൊടുത്ത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റാത്ത പ്ലാന്റുകളിലാണ് ഇങ്ങനത്തെ ഒരു ഡാമേജ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ എനിക്കൊന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്, കുറേയൊക്കെ മാറ്റി വെച്ചല്ലോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരു വെറൈറ്റി പ്ലാന്റാണ്. ഇത്രയും വലിപ്പമല്ല കേട്ടോ, ഒരു കുഞ്ഞ് ലീഫായിരുന്നു. ഈ ഒരു സ്റ്റെമ്പും ഒരു ലീഫുമായിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വന്നതാണ് ഈ രണ്ടാമത്തെ ലീഫ് കേട്ടോ. ഇത്രയും വലിപ്പമൊന്നുമില്ല, കുഞ്ഞ് ലീഫായിരുന്നു. കുഞ്ഞ് സ്റ്റെമ്പ്, നൂല് പോലുള്ള സ്റ്റെമ്പൊക്കെ ആയിരുന്നു. പക്ഷെ ഭയങ്കര റേറ്റാണ് കേട്ടോ. നല്ല കോസ്റ്റ്ലി പ്ലാന്റുകളാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പുതിയ വെറൈറ്റി കിട്ടുക എന്നുള്ളതാണല്ലോ. ഭയങ്കര റേറ്റ്, ഒരുപാട് റേറ്റ് കൊടുത്തിട്ട് മേടിച്ച പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പം ഇത് ഒരു പ്ലാന്റ് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ അതിന് ശേഷം വന്ന പ്ലാന്റാണ്. കുഞ്ഞി പോട്ടിലാണ് നട്ടിട്ടുള്ളത്. പിന്നെ ഇത് വേറൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് പിന്നെ അങ്ങനെ വലിയ ലീഫിനൊന്നും ഭയങ്കര പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി പോയിട്ടുണ്ട്, കളറ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഡാർക്ക് ഗ്രീൻ, ഭയങ്കര ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ പ്ലാന്റ് കണ്ടോ, ഇത് 1.5 മാസമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇങ്ങനെ ലീഫ് കുത്തി വെച്ചിട്ടുള്ളൂ, ലീഫിന് ഡാമേജ് ഒന്നും വന്നിട്ടില്ല ഇത് കിട്ടിയ സമയത്ത്. പിന്നെ അതിന് ശേഷം കണ്ടോ, ഇതിലെല്ലാം ഒരു ഇങ്ങനെ ഡോട്ട് വന്നിട്ട് അത് കംപ്ലൈൻ്റ് ആയി പോവുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പോട്ടമിക്സ് ഭയങ്കര ഹിറ്റായൊരു പോട്ടമിക്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിത് ഇതാക്കണം. കണ്ടോ, ഇതൊന്നൊരു ഫ്രഷ്നെസ് ആയിട്ട് പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് വളരുന്നില്ല. അപ്പോൾ കണ്ടോ, പിന്നെ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴേ അറിയുന്നത് 2 വില്ലന്മാരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലൊരു പോട്ടമിക്സ് കൊടുക്കണം. പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗി കളർഫുള്ളായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഞാനത് കണ്ടിട്ടാണ് എടുത്തത്. പക്ഷേ ഇതിനങ്ങനെ വലിയ ലീഫിനൊന്നും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഹെൽത്തി ആയിട്ട് വളരുന്നില്ല. ഇത്രയുമായിട്ടും പുതിയൊരു ലീഫ് പോലും ഇതിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതിന് ഹെൽത്തി ആയൊരു പോട്ടമിക്സ് കൊടുക്കണം കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ വേറൊരു സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് ബിവേറിയമൂസയാണ്. ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ വേറൊരു റിവേഴ്സ് ടൈപ്പ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതിലേക്ക് ഈ റെഡ് കളർ കുറവായിരിക്കും. ഇതിൽ ഭയങ്കര റെഡ് കയറിയിട്ട് ഈ ഗ്രീന് കുറവായിട്ടാണ് വരിക. അപ്പോൾ ഇതിൻ്റെ പോട്ടമിക്സ് വെറും മണ്ണിലാണ്. അപ്പോൾ അങ്ങനെ നല്ല വളങ്ങളോ ന്യൂട്രീഷൻസോ ഒന്നും ഇല്ലാത്ത ഒരു പോട്ടമിക്സാണ്. അപ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ട് നല്ലൊരു പോട്ടിലേക്ക് കൊടുക്കണം. പിന്നെ ഈ പ്ലാന്റ് കണ്ടോ, ഭയങ്കര ഭംഗിയുള്ള സൂപ്പർ അടിപൊളി പ്ലാന്റാണ്. ഇതിന് ഭയങ്കര റേറ്റാണ് കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഇത്രയും പ്ലാന്റുകൾ കിട്ടിയല്ലോ. പിന്നെ കുറേ കേളി വെറൈറ്റീസൊക്കെ ഞാൻ കുറേ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കേളി വെറൈറ്റിയാണ്, ഇത് കേളി വെറൈറ്റിയാണ്. ഇതിൽ മൊത്തത്തിൽ കേളി വെറൈറ്റിയാണ്. ഇത് മാത്രമാണ് കേളി അല്ലാത്ത, പക്ഷേ ഭയങ്കര വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഒരു 5-6 വെറൈറ്റി അടിപൊളി കേളി വെറൈറ്റീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. നട്ടതിന് ശേഷമുള്ള കുറച്ച് പ്ലാന്റുകൾ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും എല്ലാവരുടെ അധികം സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ പ്ലാന്റുകൾ മേടിക്കുമ്പോൾ പോട്ടമിക്സിങ്ങിനൊക്കെ തന്നെ ആയിരിക്കും. കാരണം ബിഗോണിയ പ്ലാന്റ് ചീഞ്ഞു പോകും, വെള്ളം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോട്ടമിക്സിങ്ങിനായിരിക്കും. അപ്പോൾ നിങ്ങളും മേടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ലൊരു പോട്ടമിക്സിലേക്ക് നട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പോട്ടമിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാമല്ലോ. അപ്പോൾ നമ്മുടെ പോട്ടമിക്സ് എന്താണെന്നറിയോ, മറ്റേ പോട്ടമിക്സിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം ഫാസ്റ്റായിട്ട് വളരില്ല എന്ന് മാത്രം. നല്ലൊരു ഫ്രഷായിട്ട് ലീഫുകളൊന്നും ഡാമേജ് ഇല്ലാതെ ഫ്രഷായിട്ട് വളരുന്നില്ല എന്ന് മാത്രം. അത് പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ എൻ്റേതായ ഒരു പോട്ടമിക്സിലാണ് ഞാൻ നടാറുള്ളത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിന് വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. അപ്പോൾ പോട്ടമിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താ പറയുക, കൊക്കോപിറ്റാണ്. കൂടുതൽ കൊക്കോപിറ്റാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിലാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പോട്ടിൻ്റെ ഇത്രയും കൊക്കോപിറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതൽ കൊക്കോപിറ്റാണ്. കാരണം ബിഗോണിയ പ്ലാന്റ് നല്ല രീതിയിൽ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഇനിയിപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ വരുന്നത്, എന്തായാലും തണുപ്പ് വേണം. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലമായാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ വെറും കൊക്കോപിറ്റിൽ മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് അധികം പ്ലാന്റും സെയിൽ ചെയ്യാറുള്ളത്. ഒരു പ്രശ്നമില്ല കേട്ടോ. കൊക്കോപിറ്റ് തന്നെ
തരാം. അപ്പം ഞാൻ ഇത്രയും പോട്ടി മിക്സിൽ ഇത്രയും കൊക്കോപ്പീറ്റും ഒരു കൗഡങ്ങും, അതായത് ചാണകപ്പൊടിയും കൊക്കോപ്പീറ്റും കുറച്ച് പെർലൈറ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രം പെർലൈറ്റ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെർലൈറ്റ് വേണമെന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് കോസ്റ്റ്ലിയ പ്ലാന്റുകളല്ല, അപ്പോൾ കുറച്ച് പെർലൈറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പെർലൈറ്റ് വേണ്ടവർക്ക് നമ്മുടെ കയ്യിൽ പെർലൈറ്റും സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ ബിഗോണൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ പെർലൈറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചും തരാം കേട്ടോ. അപ്പോൾ പെർലൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം കൊക്കോപ്പീറ്റൊക്കെ ഇടുമ്പോൾ അതിന് വെള്ളം ഓവറാണെങ്കിൽ അത് വലിച്ചെടുത്തോളും, കുറവാണെങ്കിൽ കൊടുക്കും ചെയ്തു. വളരെ നല്ലൊരു സാധനമാണ് കൊക്കോപ്പീറ്റ്. ഇനിയിപ്പോൾ കൊക്കോപ്പീറ്റ് ഇല്ല ഒന്നുമില്ലെങ്കിലും ചാണകപ്പൊടി വെറും മണ്ണിൽ മാത്രം ബിഗോണിയ പ്ലാന്റ് നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതില്ലാന്നിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഒരു 5 പ്ലാന്റൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ പെർലൈറ്റ് ഫ്രീ ആയിട്ട് അയച്ചു തരും കേട്ടോ. അതിനാവശ്യത്തിനുള്ള കുറച്ച് പെർലൈറ്റ് നമ്മൾ അയച്ചു തരുന്നതുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇത്രയും മാത്രമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടവർ മണൽ ഉൾപ്പെടുത്താം കേട്ടോ. മണൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിന്നെ നമ്മുടെ പുഴ മണൽ, മഴയത്തൊക്കെ ഒലിച്ച് വരുന്ന മണൽ അതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ വീട് പണിക്കൊന്നും ഉപയോഗിക്കുന്ന മണൽ ഒരിക്കലും എടുക്കരുത് കേട്ടോ. എടുത്താൽ പ്ലാന്റ് ഫുൾ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ കുറച്ച് മണലുണ്ടെങ്കിൽ വളരെ കുറച്ച്, ഒരു 1/4 ഭാഗം മാത്രം, കുറച്ച് ഇത്രയും മാത്രം മണലെടുക്കുക. ഇനി ഒന്നുമില്ല വെറും മണ്ണാണെങ്കിൽ ആ മണ്ണും ഇതിലേക്ക് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമുള്ള പോട്ടി മിക്സിൽ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പോട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ലീഫിനൊക്കെ ഭയങ്കര ഒരു ക്ഷീണമൊക്കെ വരിക. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിനകത്ത് ഫുൾ മണലാണ് ഇട്ടിട്ടുള്ളത്. കണ്ടോ, വെള്ളത്തരിയൊക്കെ ആയിട്ടുള്ള ഫുൾ മണലാണ്, കല്ല് പോലുള്ള മണലാണ് ഫുൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിലേക്ക് ചൂട് കൂടുതലായിട്ടാണ് ഇതിന് പ്രശ്നമാകുന്നതെന്ന് തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറയുക, കുറച്ച് കൊക്കോപ്പീറ്റും പെർലൈറ്റും ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ചൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം കേട്ടോ ശരിക്കും. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിൻ്റെ ഇതിന് റൂട്ടിനൊന്നൊരു ഡാമേജും അനക്കൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം നമ്മളിതിനെ പോട്ടിൽ നിന്നും മാറ്റാൻ. നമ്മൾ പാക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാട്ടോ നമ്മുടെ പ്ലാന്റ് എല്ലാവർക്കും ഫ്രഷ് ആയിട്ട് കിട്ടുന്നതും ഉണ്ടാവുന്നതും. കാരണം മേടിച്ച കുറേ ആളുകളുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ നമ്മുടെ പ്ലാന്റ് കിട്ടുമ്പോൾ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഒരു ഡാമേജ്, ഒരു പ്രശ്നം അനങ്ങാത്ത വിധത്തിൽ നമ്മളിതിനെ മാറ്റുകയാണ് കേട്ടോ. ഇനി ഇതിനിങ്ങനെ ഈ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ, ഇതിനകത്ത് വെറും മണലാണ് കേട്ടോ. വെറും മണൽ മാത്രമാണുള്ളൂ. വെറും മണലും കുറച്ച് മണ്ണ് കണ്ടോ, വലിയ തരിയിൽ കണ്ടോ, നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, മണലാണ്, ഫുൾ മണലാണ്. ചളിമണലാണ് കേട്ടോ. വെറും മണൽ മാത്രമാണ്. വെറും മണലിനകത്താവുമ്പോൾ എന്താവുമെന്നറിയോ, നമുക്ക് വളർച്ച വളരെ സ്ലോ ഗ്രോത്ത് ആയിരിക്കും. പിന്നെ ഇതിന് ഭയങ്കര ചൂടാണ്. മണൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര ചൂടാണ്. നമ്മൾ തന്നെ വേനൽക്കാലത്തൊക്കെ മണൽ പൊള്ളിപ്പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, ചീച്ചിലൊന്നുമില്ല. മണലിട്ടാൽ ചീച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൻ്റെ മണലെല്ലാം റിമൂവ് ചെയ്യണം. കുഞ്ഞു റൂട്ടുകളുള്ളൂ കേട്ടോ, ചെറിയ പ്ലാന്റ് ആണല്ലോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മുടെ ഈ പോട്ടി മിക്സിലേക്ക്, ഇത് വെറും മണലാണല്ലോ, കുറച്ച് മണൽ മാത്രം ഞാനിതിലേക്ക് ആഡ് ചെയ്യാണ്. വളരെ കുറച്ച് മാത്രം, ഇത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത്രയും കണ്ടില്ലേ, ഇതൊരു 4-5 പ്ലാന്റിലേക്കുള്ള പോട്ടി മിക്സാണ്. അതിലേക്ക് വെറും കുറച്ച് മാത്രം മണലെടുത്തിട്ടുള്ളൂ. കൂടുതൽ കൊക്കോപ്പീറ്റും ചാണകപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കൂടെ മിക്സ് ചെയ്യാണ് കേട്ടോ, നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഈ പോട്ടിനകത്ത് നിങ്ങൾക്കറിയാമല്ലോ ഓടിൻ്റെ പീസസോ മെറ്റലൊക്കെ ഇടാറുണ്ട്. അത് പിന്നെന്താ മണ്ണ്, പിന്നെ വെറും മണ്ണ്, ചാണകപ്പൊടി അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം നല്ല വെൽ ഡ്രെയിൻ പോട്ടി മിക്സ് തന്നെയാണ്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വാർന്നു പോകും കേട്ടോ, കെട്ടി നിൽക്കത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇട്ടാലും നല്ല, പക്ഷേ നമുക്കതിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ പോട്ടി മിക്സ് തന്നെ ഇതിലേക്ക് നിറക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ മേലെ ഭാഗത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, കൊക്കോപ്പീറ്റ് കൂടുതലിടുക. അടിവശത്തേക്ക് അത്രക്ക് വേണ്ടെങ്കിലും മേലെ ഭാഗത്തേക്ക് നമ്മൾ പെർലൈറ്റും കൊക്കോപ്പീറ്റും ചാണകപ്പൊടിയും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. കുറച്ചൊരു തുള്ളി ഒരു പൊടിക്കും കൂടെ ഞാൻ മണലും കൂടെ കൂട്ടുന്നുണ്ട് ഇതിനകത്ത്. ഇത്രയും നമ്മൾ കണ്ടോ, ഈ പോട്ടിന് വെയിറ്റ് പോലും ഇല്ല, കാരണം മണ്ണൊന്നും കൂടുതൽ ആഡ് ചെയ്യാത്തതുകൊണ്ട്. എന്നിട്ട് നമ്മൾ ഈ പ്ലാന്റ് എടുത്ത് ഇതിനെ സെൻറ്ററിലേക്ക് വെക്കുകയാണ് കേട്ടോ.
ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ കുറച്ചിങ്ങനെ മണ്ണിങ്ങനെ മേലേക്ക് ആക്കിയിട്ടും ബാക്കിയുള്ള സൈഡ് നമ്മളിങ്ങനെ ഒരു കുഴി പോലെയും ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതങ്ങനെ ഇതിൽ കൂടെ അങ്ങനെ താഴേക്ക് വേഗം വാർന്ന് പോവുകയും ചെയ്തോളും. നല്ലൊരു പോട്ടി മിക്സ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പിന്നെ ഈ പോട്ടി മിക്സിൽ നട്ടതിന് ശേഷമുള്ള ഒരു അവസ്ഥ കാട്ടിത്തരാം. ഇതൊരു 10-15 ദിവസമായിട്ടുള്ളൂ, അധികം വലിയൊരു ഇതൊന്നും വന്നിട്ടില്ല, കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. ഒരു ലീഫിന് പോലും ഒരു ഡാമേജും ഇല്ല, കണ്ടില്ലേ, ഒരു പ്രശ്നമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ട്. പിന്നെ ഈ കളറ് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇതൊക്കെ കളറ് കയറി വരുന്നുണ്ട്, കുറേശ്ശെ കയറി വരുന്നുള്ളൂ. ഇനി വലുതായി കഴിയുമ്പോഴാണ് ഭയങ്കര ഭംഗിയുള്ള ഇനിയും കുറച്ച് റെയർ കേളി വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കണ്ട നല്ലൊരു പോട്ടി മിക്സ് ആണ് ഇത്. കണ്ടാൽ തന്നെ അറിയാം. കണ്ട പ്ലാന്റിനൊന്നും ഒരു ഡാമേജും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു അയൺ ക്രോസിൻ്റെ ലീഫ് കുത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് ഉണ്ട്, ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ഇനിയും ഉണ്ട് കേട്ടോ. കുറച്ച് കാണിക്കാത്ത ഞാൻ ഒക്കെ റെഡി ആയിട്ട് ലാസ്റ്റ് നിങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിന് ഭയങ്കര ഭംഗിയാട്ടോ. ഒരു റെഡിഷ് കേളിയാണ്, സൂപ്പർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇതുപോലത്തെ പോട്ടി മിക്സ് നിങ്ങൾ ബിഗോണിയ ചെടിയിൽ യൂസ് ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബിഗോണിയ ചെടി എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിന് വേണ്ടൊരു കെയറിങ്ങും അതിന് വേണ്ട ഒരു പോട്ടി മിക്സും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഒരു വേനലോ മഴയോ, അപ്പോൾ നമുക്കിപ്പോൾ വേനൽക്കാലം മഴക്കാലം ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഞാൻ കുറേ പ്രൊപ്പഗേറ്റ് ചെയ്ത് നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറെ റയറായിട്ടുള്ള ഒരുപാട് കേളി വെറൈറ്റി ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ലീഫിൻ്റെ മുകളിലൂടെ വേണം നമ്മൾ എപ്പോഴും വെള്ളം കൊടുക്കാൻ. ഇനിയിപ്പോൾ വേനലായി കഴിയുമ്പോൾ 2 നേരം വെള്ളം കൊടുക്കുക. രാവിലെ കുറച്ച് നേരം നിന്ന് വെള്ളം അധികം കൊടുക്കുക, വൈകിട്ട് ലീഫിൻ്റെ മുകളിലൂടെ മാത്രം വെള്ളം കൊടുക്കുക വേനലായി കഴിയുമ്പോൾ. അങ്ങനെ ഒരു പ്രശ്നമില്ല, വെള്ളം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, വെള്ളം കൊടുക്കുകയില്ല കേട്ടോ അധികം ആളുകളും. അപ്പോൾ ഞാൻ വീഡിയോ അയച്ചും കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ നിങ്ങൾ പോട്ടി മിക്സ് എന്താണ്, എങ്ങനെ പോട്ട് ചെയ്യണം, എങ്ങനെയാണ് വെള്ളം വെളിച്ചം മാത്രം മതി ബിഗോണിയ ചെടിക്ക്, വേറെ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പിന്നെ കുറച്ച് വളങ്ങളൊക്കെ ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് റെയർ വെറൈറ്റീസ്, ഒരു 80+ കൂടുതൽ വെറൈറ്റീസ് സെയിലിന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. പ്ലാന്റ്സുകൾ വേണ്ടവർ നമ്മുടെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉൾപ്പെടുത്തുന്നുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി ഇതിനേക്കാളും ഭംഗിയുള്ള ഒരുപാട് റെയർ വെറൈറ്റീസ് ഇനിയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കുറേ ആളുകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, ഇനിയും മേടിക്കാനുള്ള കുറേ വെറൈറ്റീസ് ഇനിയും ഉണ്ട്. അപ്പോൾ ഇന്ന് കാണിച്ച വെറൈറ്റീസ് ഒന്നും നമുക്ക് സെയിലിൽ ആവുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ, എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോത്ത് വരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റ് എടുത്ത് ഞാൻ പ്രൊപ്പഗേഷന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് ഞാൻ പ്രൊപ്പഗേഷന് വെക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ഇതും ഞാൻ ഉണ്ടാക്കി നിങ്ങളിലൂടെ എത്തിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റൊക്കെ നേടും കേട്ടോ. എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വിശേഷം. ഓക്കെ ദെൻ ബൈ.